പ്രാചീന കാലത്ത് പാണ്ഡ്യ രാജകുടുംബം രണ്ട് ശാഖകളായി പിരിഞ്ഞ് ഒരു ശാഖ വെള്ളിയൂർ എന്ന സ്ഥലത്തും മറ്റേ ശാഖ മധുരയിലും താമസിച്ചിരുന്നു. മധുരയിലെ രാജാവ് ഒരു ദിവസം നായാട്ടിനായി വനത്തിലൂടെ സഞ്ചരിക്കവേ കോമളനും വീരശൂര പരാക്രമിയുമായ ഒരു മലയാളി യുവാവിനെ കണ്ടെത്തി. രാജാവിന് അദ്ദേഹത്തോട് സ്നേഹം തോന്നുകയും തന്റെ സൈന്യത്തിലെ ഒരു ഉദ്യോഗസ്ഥനായി നിയമിക്കുകയും ചെയ്തു. ആ യുവാവ് പടിപടിയായി ഉയർന്ന് സേനാനായകനായി. ഈ ഉയർച്ചയിൽ അസൂയാകുക്ഷികളായി തീർന്ന മറ്റുദ്യോഗസ്ഥർ അയ്യപ്പനെ അവിടെ നിന്ന് അകറ്റുന്നതിനുള്ള ഗൂഢാലോചന നടത്തി തുടങ്ങി. മഹാറാണി അവരുടെ ഒരായുധമായി തീർന്നു. ഏഷണിക്കാരുടെ നിർദ്ദേശമനുസരിച്ച് റാണി ഒരു രോഗിണി എന്ന നിലയിൽ മയങ്ങി കിടന്നു. വൈദ്യന്മാരെല്ലാം തോറ്റു പിന്മാറി. ഒടുവിൽ ഏഷണിക്കാരുടെ പിണിയാളായ ഒരു കൃത്രിമ വൈദ്യൻ പ്രവേശിച്ച് മുന്നാഴി പുലിപ്പാലുണ്ടെങ്കിൽ 3.25 നാഴിക കൊണ്ട് രോഗം ഭേദമാക്കാമെന്ന് അഭിപ്രായപ്പെട്ടു. രാജാവ് അയ്യപ്പനെ വിളിച്ച് വിവരം പറഞ്ഞു. അയ്യപ്പൻ വനത്തിൽ ചെന്ന് അനേകം പെൺപുലികളെ കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ വന്നു. അദ്ദേഹം ഒരു കടുവയുടെ പുറത്താണ് സഞ്ചരിച്ചിരുന്നത്. പുലികളെ കണ്ട് കൊട്ടാരവാസികൾ ഭയപ്പെട്ടു. അയ്യപ്പൻ ഒരു സാമാന്യ പുരുഷനല്ലെന്ന് രാജാവിന് മനസ്സിലായി. അയ്യപ്പന്റെ വിവരങ്ങൾ രാജാവ് ചോദിച്ചു. ഈശ്വരനാണ് തന്റെ അച്ഛനെന്നും ലോകമാണ് ഭവനമെന്നും മറുപടി പറഞ്ഞു. ഏഷണിക്കാരോടൊന്നിച്ച് കഴിഞ്ഞുകൂടാൻ ആഗ്രഹമില്ലാത്തതിനാൽ അദ്ദേഹം മലയാള നാട്ടിലേക്ക് മടങ്ങിപ്പോന്നു. അയ്യപ്പന്റെ വേർപാട് രാജാവിനെ അസഹ്യപ്പെടുത്തി. അദ്ദേഹം സ്ഥാവര വസ്തുക്കളെല്ലാം പാട്ടത്തിന് കൊടുത്ത ശേഷം പണവും പണ്ടങ്ങളും ഭരണിപാത്രങ്ങളും മറ്റും എടുത്തുകൊണ്ട് മലയാള നാട്ടിലേക്ക് യാത്ര തിരിച്ചു. പല ദേശങ്ങൾ കടന്ന് അദ്ദേഹം പന്തളത്ത് വന്നു ചേർന്നു. ആ പ്രദേശം അക്കാലത്ത് കൈപ്പുഴ തമ്പാൻ എന്ന പ്രസിദ്ധനായിരുന്ന ഒരു ഇടപ്രഭുവിന്റെ കയ്യിലായിരുന്നു. തമ്പാനോട് കുറെ സ്ഥലം വിലയ്ക്കു വാങ്ങി അദ്ദേഹം ഒരു കോവിലകം പണിയിച്ച് കുടുംബസഹിതം അവിടെ താമസമുറപ്പിച്ചു. അയ്യപ്പസ്വാമി മലയാളത്തിലേക്ക് പോരും വഴി പരശുരാമ മഹർഷിയെ കണ്ടെത്തി. പരശുരാമൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: സ്വാമി, ഞാൻ ഈ കേരളത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി മലകളിലും കടൽ തീരങ്ങളിലും സ്വാമിയുടെ ഏതാനും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്വാമിയെ കണ്ടെത്തിയതായ ഈ ശബരിമലയിലും ഞാൻ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതാണ്. അന്നു മുതൽ ശബരിമലയിൽ അയ്യപ്പസ്വാമി വാസം തുടങ്ങി.